അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ആ നല്ല 2 ദിവസം മുമ്പ് പെയ്ത നല്ല മഴയിൽ ഫുള്ള് വെള്ളമായിരുന്നു ഇവിടെയൊക്കെ. ഈ പാടങ്ങളിൽ ഫുള്ള് ഈ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഈ റോഡിലൊക്കെ വെള്ളമായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. തിരുനെല്ലായി ആ ഭാഗത്തൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയില്ലേ സോ? ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആ മഴയത്ത് 2 ദിവസം മുമ്പ് പെയ്ത ആ മഴയിൽ ഫുള്ള് വെള്ളം കയറിയ സ്ഥലമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലും. ഞങ്ങൾ ഇന്ന് ഒരു മണലൂര് അമ്പലത്തേക്ക് പോവാണ് ഗായ്സ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ വഴി വന്നപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ എടുത്താണ്. കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ഇന്നൊക്കെ ഈ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് കേട്ടോ ഗൈസ് മണലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോണത്. കണ്ണാടിയിലുള്ള മണലൂർ ശിവക്ഷേത്രം കേട്ടോ. കണ്ണാടി സ്കൂളിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് അമ്പലം. ഇതാണ് നമ്മളെ മണലൂരിലുള്ള ശിവക്ഷേത്രം, മണലൂർ ശിവക്ഷേത്രം. ഞങ്ങൾ വരുമ്പോൾ ഇന്ന് എന്തായാലും അടച്ചു പോയി, സമയമായി. രാവിലെ 9 മണി 9:30 വരെ ഉള്ളൂ കേട്ടോ. നേരെ കാണുന്നത് നാഗക്ഷേത്രമാണ്. നമുക്കിതിൽ നടക്കാനുള്ള കല്ലുകളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചുറ്റി വരാം. നമുക്ക് അമ്പലത്തിൽ ചുറ്റി ഒരു പഴയൊരു ക്ഷേത്രമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ തൊഴുതാൻ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എന്തായാലും അമ്പലങ്ങൾ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ കണ്ണാടി തന്നെയാണ്, പക്ഷേ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താ പറയുക, അടച്ചു പോയി. എന്നാലും ആ ചേച്ചി ഞങ്ങൾക്ക് പായസമൊക്കെ തന്നിട്ടുണ്ട്. പ്രസാദം കേട്ടോ, പ്രസാദമൊക്കെ കുടിച്ച് നിൽക്കണം. അമ്പലത്തിൽ കുറച്ച് പുറകുവശത്തായിട്ട് കാണില്ലേ സൈഡ് കേട്ടോ, സൈഡിൽ വലിയൊരു കുളമുണ്ട്. നല്ല വമ്പൻ കുളമാണ് കേട്ടോ, കുറേ വെള്ളമുണ്ട്. സോ ഈ പടികളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാല് കഴുകാം. ആ മീനൊക്കെ ഉണ്ട് സോ അതിൽ, നല്ല ഭംഗിയില്ലേ? നോക്ക് മീനുകൾ, അവിടെ മീനൊക്കെ ഉണ്ട്. അപ്പം അങ്ങ് ഈ കുളത്തിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കേസ്. അതാണ് അമ്പലം, മണലൂർ അമ്പലം, അതാണ് ശിവക്ഷേത്രം. ഇന്ന് കർക്കിടക ഭാവമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് രാവിലെ ബലിയിടാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വലിയ കുളമാണ് കേട്ടോ, കണ്ടില്ലേ? അമ്പലത്തിൽ പോയത് ആ ശരി. ഗവൺമെൻറ് UP സ്കൂൾ വെസ്റ്റ് ആക്കരയിലുള്ളത്. ഞാൻ 7ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത് ഗൈസ്. അപ്പോൾ അടിപൊളി പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്താണ്. ഇന്ന് സ്കൂൾ ലീവാണ്. ഞങ്ങൾ മണലൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് കഞ്ഞിക്കടയിൽ നിന്ന് ചായയും നല്ല ചൂടോടെ ചായയും കടികളും
ഒക്കെ ഉണ്ട് കേട്ടോ. പഴംപൊരി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നാടൻ കോഴി, മുഴൽ താറാവ്, കരിങ്കോഴി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ടൗണിൽ. നമ്മുടെ സുൽത്താൻ പേട്ടയിൽ പോസ്റ്റ് ഓഫീസിൽ ഈ ഭാഗത്തുള്ളതാണ്. ഞങ്ങൾ പഴംപൊരിയും ചായയും